ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സെർബിയയുടെ തെരുവുകളിലൂടെ രാത്രികാലങ്ങളിൽ സഞ്ചരിച്ചവർക്ക് വളരെ വിചിത്രമായൊരു കാഴ്ച കാണുകയുണ്ടായി. പ്രാചീന സെർബിയൻ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ തെരുവ് വിളക്കിൻ്റെ കീഴിൽ നിന്ന് നൃത്തം ചെയ്യുന്നു. ആ ഒരു ദൃശ്യം ക്യാമറയിൽ പതിപ്പിക്കാനായി നോക്കിയപ്പോഴേക്കും ആ സ്ത്രീ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അവർക്ക് നേരെ കൊല്ലാൻ ഓടിച്ചു. ശരിക്കും ആരാണ് ഈ സെർബിയൻ ഡാൻസിങ് ലേഡി? സെർബിയൻ ഡാൻസിങ് ലേഡിയെക്കുറിച്ച് പലരും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ ആരംഭിച്ചു. അപ്പോഴാണ് അവർക്ക് നിക്കോയുടെയും സോളമൻ്റെയും ബ്ലോഗുകളിലേക്ക് എത്താൻ സാധിച്ചത്. അവർക്കും ഇതേപോലൊരു അനുഭവം ഉണ്ടായിരുന്നു. സെർബിയൻ ഡാൻസിങ് ലേഡിയെ അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയുണ്ടായി. സെർബിയയിലെ ബെൽഗ്രേഡിൻ്റെ തെരുവുകളിലൂടെ നിക്കോ തൻ്റെ മാതാവിനൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തെരുവ് വിളക്കിൻ്റെ വെളിച്ചത്തിന് കീഴെ ഒരു സ്ത്രീ വളരെ വിചിത്രമായി നൃത്തം ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ സ്ത്രീ കത്തി ഉപയോഗിച്ച് അവരുടെ നേരെ വന്നു. നിന്റെ അമ്മയുടെ ജീവൻ ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ അവരുടെ അടുക്കലേക്ക് പാഞ്ഞടുത്തത്. അവർ പേടിച്ച് ഓടാൻ ആരംഭിച്ചു. ആ സ്ത്രീ അവരുടെ പിന്നാലെ ഓടുന്ന കൂട്ടത്തിൽ പലതും പുലമ്പുന്നുണ്ടായിരുന്നു. നിന്റെ അമ്മയുടെ ജീവൻ എടുത്ത് ഞാൻ മരിച്ചുപോയ രാജാവിനെ പുനർജനിപ്പിക്കുമെന്നും താൻ മരണത്തിൻ്റെ ദൂതയാണ് എന്നുമൊക്കെ പുലമ്പിക്കൊണ്ട് ആ സ്ത്രീ പുറകെ ഓടി. ഭാഗ്യത്തിന് നിക്കോയും മാതാവും രക്ഷപ്പെട്ടു. അടുത്ത ദിവസം തന്നെ നിക്കോ തൻ്റെ സുഹൃത്തായ സോളമനോട് ഇത് പങ്കുവയ്ക്കുകയുണ്ടായി. അടുത്ത രാത്രി സോളമൻ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ ഇറങ്ങിത്തിരിച്ചു. നിക്കോ കണ്ടതുപോലെ തന്നെ ദൂരെ തെരുവ് വെളിച്ചത്തിൽ ഒരു സ്ത്രീ വിചിത്രമായി നൃത്തം ചെയ്യുന്നത് സോളമൻ്റെയും കണ്ണിൽപ്പെട്ടു. നിക്കോയും സോളമനും കൂടി അവരുടെ ബ്ലോഗിൽ തങ്ങൾക്കുണ്ടായ അനുഭവം ഷെയർ ചെയ്യുകയുണ്ടായി. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ ആളുകൾ ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഇറങ്ങിത്തിരിച്ചവർക്ക് ലഭിച്ചത് ഒരു സെർബിയൻ നാടോടി കഥയിലേക്കാണ്. മറ്റൊരു ഗ്രാമത്തിൽ നിന്നുള്ളൊരു വ്യക്തിയുമായി പ്രണയത്തിലാകുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഇത്. അവളുടെ കുടുംബം ആ വിവാഹത്തെ അംഗീകരിച്ചിരുന്നില്ല. അവൾ മരിച്ചതിന് ശേഷം അവളുടെ ആത്മാവ് രാത്രിയിൽ ഗ്രാമപ്രദേശങ്ങളിലെ തെരുവ് വെളിച്ചത്തിന് കീഴിൽ നൃത്തം ചെയ്യും. എന്നാൽ അവളുടെ നൃത്തം ആരെങ്കിലും ക്യാമറയിൽ പതിപ്പിക്കുകയോ അല്ലെങ്കിൽ അവളെ നോക്കുകയോ ചെയ്താൽ അവൾ പതുക്കെ നൃത്തത്തിൻ്റെ വേഗത കുറയ്ക്കും. എന്നിട്ട് അവളുടെ കയ്യിലുള്ള കത്തിയുമായി അവർക്ക് നേരെ കൊല്ലാൻ ഓടിക്കും. ഇതാണ് സെർബിയൻ ഡാൻസിങ് ലേഡിയുടെ കഥ. ഇതുപോലെയുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.